വളരെ മോശമായ സ്ഥിതിയാണ്. കാരണം ആരടാ ഞാനടാ വാടാ കൂമ്പിനിടി, പോരടാ കാണടാ കൂടാ മുട്ടനിടി, അമ്പിളി ഇമ്പിളി ഈന്തപ്പഴം കഴിച്ചപ്പോൾ പ്രാ പ്രീ പ്രൂ ഇടി. ഇതാണ് ഒരു പാട്ട്. എന്ത് മൂട് മുണ്ടു മൂട്, എന്ത് മൂട് സാരി മൂട്, എന്ത് മൂട് സദ്യ മൂട്, എന്ത് മൂട് പായസം മൂട്, എന്ത് മൂട് പപ്പടം മൂട്. റഹ്മാൻ നല്ല സംഗീത സംവിധായകനാണ്. ചിന്ന ചിന്ന ആശ പോലെയുള്ള നല്ല മെലഡി മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പടകാളി എന്ന് പറയുന്ന ആ യോദ്ധയിലെ പാട്ട് പോലുള്ള പാട്ടുകളാണ് അദ്ദേഹം കൂടുതലും ചെയ്തിരിക്കുന്നത്. സുജാതയായിരുന്നാലും ചിത്രയായിരുന്നാലും അല്ലെങ്കിൽ പിന്നെ MG ശ്രീകുമാർ, അവർക്കൊന്നും പാടാനുള്ള അവസരമില്ല. പാടുമ്പോഴാണ് മഞ്ഞൾപ്രസാദിൻ്റെയൊക്കെ രചന ONV സാറിനെ നമ്മൾ സമ്മതിച്ചു പോകണം. നിരവധി സാഹിത്യ സൃഷ്ടികൾ സിനിമയായിട്ടുണ്ട്. നമുക്കറിയാം പഴയ കാലത്തൊക്കെ ഒരുപാട് നോവലുകൾ സിനിമയായിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് വളരെ പ്രശസ്തമായ നാടകങ്ങൾ, ഇപ്പോൾ കാട്ടുകുതിര പോലുള്ള നാടകങ്ങളൊക്കെ പിന്നീട് സിനിമയായിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള സാഹിത്യ സൃഷ്ടികളൊന്നും പിന്നീട് സിനിമയാവുന്നൊരു രീതി ഉണ്ടായില്ല എന്നുള്ളൊരു ചെറിയൊരു പരാതി പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള ഗാനങ്ങൾക്ക്, സിനിമാ ഗാനങ്ങൾക്ക് വ്യക്തിത്വമില്ലായ്മയുണ്ട് എന്നുള്ള വലിയ ആരോപണങ്ങൾ വന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്? സിനിമയിൽ ഇപ്പോൾ ഈ ഒരു സിനിമ ഒരു കുടിൽ വ്യവസായം പോലെ ആയിപ്പോയി ഇപ്പോൾ. മറ്റതങ്ങനെയല്ല, ഒരു വലിയ ഷൂട്ടിംഗ് ഒരു സ്ഥലത്ത് നടക്കുന്നു, അന്ന് എത്രയോ ദിവസത്തെ ഒരു ഷെഡ്യൂളൊക്കെ അവർ പ്ലാൻ ചെയ്തൊക്കെയാണ് നടന്നത്. ഇപ്പം അങ്ങനെയല്ല, വളരെ ആരും അറിയുന്നില്ല. ഇപ്പം സിനിമാ പ്രസിദ്ധീകരണങ്ങൾ പോലും ഇല്ല. ഈ കോവിഡ് വന്നതോടുകൂടി സിനിമാ പ്രസിദ്ധീകരണങ്ങളെല്ലാം നിന്നുപോയി. അപ്പം പണ്ട് നമ്മൾ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചിട്ടാണ് ഏത് സിനിമയുടെ ഷൂട്ടിംഗ് എവിടെ നടക്കുന്നു, അല്ലെങ്കിൽ ഏത് സിനിമയുടെ സിനിമാ റിപ്പോർട്ടാണല്ലോ ഈ എല്ലാ സിനിമാ പ്രസിദ്ധീകരണങ്ങളിലും ഒരു പ്രധാന ഇനം. അത് വായിച്ചിട്ടാണ് നമ്മൾ സിനിമയെക്കുറിച്ച് ഏറെക്കുറെ മനസ്സിലാക്കുന്നത്. പിന്നെ ആ സിനിമ കാണാൻ നമുക്കൊരു താല്പര്യം തോന്നുകയും ആ സിനിമ വരുമ്പോൾ പോയി കാണുകയും ചെയ്യും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ച് അറിയുന്നതിന് ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നില്ല. നമ്മൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ കൊച്ചു നാളിൽ ഈ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ സിനിമാ പോസ്റ്റർ നോക്കി നടക്കുമായിരുന്നു. കാരണം അതിനകത്ത് ഈ വയലാർ ദേവരാജൻ എന്ന് കണ്ടാൽ ഞാൻ പെട്ടെന്ന് ആ സിനിമയ്ക്ക് പോകും. കാരണം മിനിമം ഗ്യാരൻറ്റിയാണ് ആ പാട്ടുകൾ നന്നായിരിക്കും എന്നുള്ളൊരു. അന്ന് പോസ്റ്ററിൽ വയലാർ ദേവരാജൻ്റെ പേരടിക്കും, അല്ലെങ്കിൽ P. ഭാസ്കരൻ, MS ബാബുരാജൻ എന്നടിക്കും. ഇന്ന് ഏതെങ്കിലും ഒരു ഗാനയിതാവിൻ്റെയോ സംഗീത സംവിധായകൻ്റെയോ പേര് ഏതെങ്കിലും പോസ്റ്ററില്ല. ടൈറ്റിൽ പോലും കഷ്ടിച്ചാണ് കാണിക്കുന്നത്, അല്ലേ? പണ്ടങ്ങനെയല്ലായിരുന്നു. പണ്ട് ഇവർക്കൊക്കെ വയലാറൊക്കെ ഒരു സെറ്റിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അന്ന് ഒരു അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനം കൽപ്പിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ 50 വർഷക്കാലമായി മലയാള സിനിമ ഗാനരംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആൾ എന്ന നിലയിൽ എന്താണ് ഈ കഴിഞ്ഞ 50 വർഷക്കാലമായി നമ്മുടെ ഗാനങ്ങൾ, സിനിമാ ഗാനരംഗത്തുണ്ടായ മാറ്റങ്ങൾ? വളരെ മോശമായ സ്ഥിതിയാണ്. കാരണം ആരടാ ഞാനടാ വാടാ കൂമ്പിനിടി, പോരടാ കാണടാ കൂടാ മുട്ടനിടി, അമ്പിളി ഇമ്പിളി ഈന്തപ്പഴം കഴിച്ചപ്പോൾ പ്രാ പ്രീ പ്രൂ ഇടി. ഇതാണ് ഒരു പാട്ട്. ഇടി എന്ന സിനിമയിൽ ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ഇതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട്? അമ്പിളി ഇമ്പിളി, ആലോചിച്ചോ, ഇമ്പിളിക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അമ്പിളി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ്. ഈന്തപ്പഴം കഴിച്ചാൽ എല്ലാവരെയും പ്രാ പ്രീ പ്രൂ ഇടി. അത് ആ പ്രാ പ്രീ പ്രൂ എന്ന് പറയുന്നത് തന്നെ ഒരു സുഖമുള്ള പ്രയോഗമല്ല, ഇടി. അതാണ് ഇന്നത്തെ പാട്ട്. എന്താ മുഞ്ചത്തിപ്പെണ്ണേ ഉണ്ണിമായേ, തഞ്ചത്തിലൊപ്പന പാടിവായോ, തേനൂറുമെൻ്റെ പ്രേമം നീയേ, പാലിട്ട പഞ്ചസാര ചായ നീയേ. തേനൂറുമെൻ്റെ പ്രേമം നീയേ വരെ കുഴപ്പമില്ല. അതേസമയം പാലിട്ട പഞ്ചസാര ചായ നീ. പാലിട്ട ചായ പഞ്ചസാര ഒഴിച്ച ചായ എന്നല്ലല്ലോ മലയാളികൾ പറയുക. പാലൊഴിച്ച ചായ പഞ്ചസാര ഇട്ട ചായ എന്നല്ലേ. ഇപ്പം പഞ്ചസാര ഇട്ട പാലൊഴിച്ച ചായ എന്ന് എഴുതാൻ പോലും കഴിവില്ലാത്തവരാണ് ഇന്ന് സിനിമ പാട്ട്. അതിൻ്റെ പിന്നുള്ള വരികളൊക്കെ ഉപ്പിലിട്ട മാങ്ങ നീയെ. ആ നായികയെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഉപ്പിലിട്ട മാങ്ങ നീയെ. അതെ. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയുടെ അറിയാമല്ലോ, കണ്ണിമാങ്ങ ആലോചിച്ച് നോക്കൂ. സുഖിച്ചു ഒരു 80 വയസ്സായ മുത്തശ്ശിയല്ലേ നമുക്ക് ഓർമ്മ. യൗവനയുക്തയായ ഒരു നായികയാണോ നമുക്ക് തോന്നുക? ഉപ്പിലിട്ട മാങ്ങ നീയെ, എന്താ തെങ്ങിന്മേലെ തേങ്ങ നീയെ. തൃശ്ശൂരുകാർ ചോദിക്കും എന്തൊട്ട് തേങ്ങയാണ് നീ എഴുതി വെച്ചിട്ട്. നിരത്തിന്മേലെ മത്തി നീയെ, റോഡിന്മേലെ ടാറ് നീയെ. ഇതൊക്കെയാണ്. ഇത് മണിയറയിലെ അശോകൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ആ പാട്ട്. ആ സിനിമ ഞാൻ കണ്ടതാണ്. ആ സിനിമ ശരിക്കും പറഞ്ഞാൽ അശോകൻ്റെ വാഴക്കൃഷി എന്നിടണയായിരിക്കും ഒരു കണക്കിന്. നിറയെ വാഴക്കൃഷിയാണ് ആദ്യം മുതലോ തന്നെ. ഈ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണോ എന്ന് തോന്നിപ്പോവും. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇതൊക്കെ ഞാനൊരു ഉദാഹരണം. ഈ ഒന്നും വേണ്ട, ഈ സാഹസം എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ ഒരു പാട്ടിറങ്ങി ഓണക്കാലത്ത്. എന്തു മൂട് ഓണം മൂട്, എന്തു മൂട് മുണ്ടു മൂട്, എന്തു മൂട് സാരി മൂട്, എന്തു മൂട് സദ്യ മൂട്, എന്തു മൂട് പായസം മൂട്, എന്തു മൂട് പപ്പടം മൂട്. ഏറ്റവും ഹിറ്റായ പാട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ഒലക്കയുടെ മൂടാ എഴുതി വെച്ചേക്കണം തോന്നിപ്പോവും.
മനസ്സിലായില്ലേ? ഇതിനകത്ത് ഇത് എഴുതാൻ ഈ പിന്നെ ലൈറ്റ് ബോയ് വേണ്ട, ലൈറ്റ് ബോയ് പോലും ആവശ്യമില്ല. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അറിഞ്ഞതാണത്, ഒരു സംഗീത സംവിധായകൻ പറഞ്ഞതാണ്. ഒരാൾ പാട്ടെഴുതാൻ അവിടെ ചെന്നു. അപ്പം ഈ പാട്ടെഴുത്തുകാരനെ പരിചയമുള്ള ഒരു കൂട്ടുകാരൻ അവിടെ ചെന്നു. ഇയാൾ ട്യൂണിട്ട് കൊടുത്തിട്ട് എത്ര നോക്കിയിട്ടും പാട്ടെഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കൂട്ടുകാരൻ അവിടെ നിന്ന് കേട്ടോണ്ട് നിന്ന കൂട്ടുകാരൻ, മണ്ണും ചാരി നിന്നവനെന്ന് പറയില്ലേ, അതുപോലെ കേട്ട് നിന്ന കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഇങ്ങനെ എഴുത് എന്ന് പറഞ്ഞു. ഈ വരി സംഗീത സംവിധായകനും പ്രൊഡ്യൂസർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. ഉടനെ മറ്റേയാളെ പിടിച്ചെഴുപ്പിച്ചിട്ട് നീ ഇരുന്ന് എഴുത് എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് എഴുതിപ്പിച്ചു. അദ്ദേഹം പിന്നീട് വലിയ പാട്ടെഴുത്തുകാരൻ. പക്ഷേ ഇതാണ് ഇന്ന് നടക്കുന്നത്. പണ്ട് വയലാറൊക്കെ ഒരു അക്ഷരമോ വാക്കോ മാറ്റാൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം മനസ്സിലായില്ലേ, ONV സാറ് പറയും, നീൾമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്നാണ് അദ്ദേഹം എഴുതി കൊടുത്തത്. മലയാള അധ്യാപകനാണ് അദ്ദേഹം, ഒരിക്കലും നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്ന് എഴുതി കൊടുക്കില്ല. മോഹൻ സിതാരൊക്കെ എൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ, യേശുദാസിനും അറിഞ്ഞുകൂടാ. ONV സാർ തിരുവനന്തപുരത്തായിരുന്നു, മദ്രാസിൽ റെക്കോർഡ് ചെയ്തപ്പോൾ നീർമിഴിപ്പീലിയിൽ നീൾമിഴി തുളുമ്പി എന്ന് പിന്നെ യേശുദാസ് പാടി. പക്ഷേ നീൾമിഴി, നീണ്ട മൊഴി എന്നാണ്. നീണ്ട മൊഴിയിൽ നീർമണി തുളുമ്പി വചനത്തിലെ പാട്ട്, നീ ഞാൻ അരികിൽ നിന്നു എന്നാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം നല്ല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇതുപോലെ മോശമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ ഒരു കാലത്ത് വളരെ മലയാള സിനിമാ ഗാനരംഗത്ത് ഒട്ടേറെ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ യേശുദാസിനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരവധിയായ ഗായകരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ ഗായകർ ആവശ്യമില്ല എന്നുള്ള ഘട്ടത്തിലേക്കൊക്കെ വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഇപ്പം ആര് പാടിയാലും മതി എന്നുള്ളതാണ്. ഒന്നാമത് ഈ പാട്ടിന് പണ്ട് ഈ സംഗീതം അറിയണം, താളബോധം വേണം, ശ്രുതി അറിയണം, ശ്രുതി ചേരണം എന്ന് പറയും, ശ്രുതി ചേർത്ത് പാടുന്നൊക്കെ പറയും. ഇപ്പം അങ്ങനെയല്ല, നിലവിളിയാണ്. എത്രത്തോളം ഒച്ചത്തിൽ പാടാൻ പറ്റുമോ അത് ഒരുപക്ഷെ തുടങ്ങി വച്ചത് റഹ്മാനാണ്. റഹ്മാൻ്റെ പല പാട്ടുകൾക്കും അങ്ങനെയുള്ള ഒരു ഇതാണ്. റഹ്മാൻ നല്ല സംഗീത സംവിധായകനാണ്. ചിന്ന ചിന്ന ആശ പോലെയുള്ള നല്ല മെലഡി മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പടകാളി എന്ന് പറയുന്ന ആ യോദ്ധയിലെ പാട്ട് പോലെയുള്ള പാട്ടുകളാണ് അദ്ദേഹം കൂടുതലും ചെയ്തിരിക്കുന്നത്. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ആനന്ദബോസ് സാറ് ഞങ്ങളുടെ ഈ കോളനിയിൽ കുറച്ച് കാലം താമസിച്ചിരുന്ന ആളാണ്. കുറേ കാലം ഈ കെ കരുണാകരൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം താമസം. അപ്പം ഞങ്ങളുടെ എല്ലാവരുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. ഇപ്പോൾ കൽക്കട്ടയിൽ പശ്ചിമ ബംഗാളിലെ ഗവർണറായിരിക്കുന്നതാണ് അദ്ദേഹം. ഇവിടെ നിന്ന് പോയതിന് ശേഷം, ഡൽഹിയിൽ പോയതിന് ശേഷം, സിംബാബ്വേയിലെ ഇന്ത്യൻ അംബാസഡർക്ക് ഒരു കോളനി, ഒരു റെസിഡൻഷ്യൽ കോളനി സന്ദർശിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇവിടെ വളരെ കാലം താമസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു കോളനി എന്നാണ് പറഞ്ഞത്. ഞാൻ താമസിച്ച കോളനിയുണ്ട്, വളരെ ശാന്തമായ ഒരു കോളനിയാണ്, നമുക്ക് അവിടെ പോയി കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞു. ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിൽ സമ്മേളിച്ചു, കൂടി. ഇപ്പോൾ ഈ സിംബാബ്വേയിൽ അദ്ദേഹം ഒരു ആഫ്രിക്കൻ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം വന്നിരുന്നു, കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുത്തു. ഈ ആനന്ദബോസ് സാറ് എന്നെ പരിചയപ്പെടുത്തു, മ്യൂസിക് ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പരിചയപ്പെടുത്തി കൊടുത്തു. ഉടനെ അദ്ദേഹം പറയണം, ഓ നിങ്ങളുടെ റഹ്മാൻ ഞങ്ങളുടെ പാട്ടാണല്ലോ മുഴുവൻ അടിച്ചു മാറ്റും ഇംഗ്ലീഷിൽ. എന്നിട്ടങ്ങനെ ഒരു ഒട്ടകത്തെ കെട്ടിക്കോ, മറ്റേ പാട്ട് മറിച്ചോ, എല്ലാം ആഫ്രിക്കൻ പാട്ടുകളുടെ ഒറിജിനൽ പാടാൻ തുടങ്ങി. ഞാൻ നാണിച്ചു പോയി സത്യം പറഞ്ഞാൽ. ഞാനിത് പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പരസ്യമായിട്ട് പറയുന്നത്. ഇത് അദ്ദേഹം പറഞ്ഞതാണ്. ആനന്ദബോസ് സാർ ഇപ്പോഴും ബംഗാൾ ഗവർണർ, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാം. ഇവിടെയുള്ള എല്ലാവരും അത് സാക്ഷിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുമ്പോൾ അതിനകത്ത് കലർപ്പില്ലല്ലോ, അദ്ദേഹം ഒറിജിനൽ പാടിത്തരുന്നു. നമുക്ക് ആ ഭാഷ മനസ്സിലാവില്ല, പക്ഷേ അതിൻ്റെ ഈണം എടുത്തിട്ടാണ്. ഈ റഹ്മാൻ കഴിവില്ലാത്ത ആളല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ഇങ്ങനെയുള്ള ജെർക്കിംഗ് ടൈപ്പ് പാട്ടുകൾക്ക് വേണ്ടി അങ്ങനെയുള്ള ഈണങ്ങൾ എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? മലയാളത്തിൽ ഒരു വർഷം ഒരു 150ഓളം സിനിമകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം 158-60 സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷവും ഏതാണ്ട് 150ഓളം സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ എല്ലാ കാലത്തും നിലനിൽക്കുന്നതായ പാട്ടുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് സാറിന് എങ്ങനെ തോന്നിയിട്ടുള്ളത്? പണ്ട് ഞാൻ ഈ എഴുതി തുടങ്ങിയ കാലത്ത് എല്ലാ വർഷവും ഒരു വിളവെടുപ്പ് നടത്താൻ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ചില്ല, ഏതെങ്കിലും ഒരു പത്രത്തിൽ, മനോരമയോ മാതൃഭൂമിയോ കേരളകൗമുദിയോ, എല്ലാ വർഷവും സിനിമാ പേജിൽ ആ പോയ വർഷത്തെ മലയാള ഗാനങ്ങളെക്കുറിച്ച് ഒരു 5 പാട്ട് അല്ലെങ്കിൽ 10 പാട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് എഴുതാൻ പറയും.
അപ്പോൾ അന്ന് 10 പാട്ട് തിരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. കാരണം 10 അല്ല 15 പാട്ട് വേണമെങ്കിലും എടുക്കാം. കാരണം അന്ന് ഒന്നാം തരം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഇന്നാണെങ്കിൽ ഒരു പാട്ട് പോലും ഇല്ല. ഇപ്പം പറഞ്ഞത് ശരിയാണ്. ഇപ്പം അങ്ങനെ ഒരു ഇത് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഒരു പാട്ട് പോലും ഒരു വർഷം ഈ ഒരു പ്രമുഖ ചാനലിൽ ഇതുപോലെ പോയിട്ട് ജനുവരി 1-ാം തീയതി പോയപ്പം എന്നോട് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ മികച്ച ഒരു 3-4 പാട്ടുകൾ പറയാൻ പറ്റും. ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പാട്ട് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു കിട്ടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ കുഴപ്പമാണോ, ഈ രംഗത്തിൻ്റെ കുഴപ്പമാണോ, അതോ ഈ എഴുത്തുകാരുടെയും സംഗീത സംവിധായകരുടെയും കുഴപ്പമാണോ എന്ന് എനിക്ക് പറയാൻ വയ്യ. പ്രഗത്ഭരായ പാട്ടുകളുടെ അഭാവം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഗാനരംഗത്തുണ്ട്. പുതിയ പാട്ടുകാരെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാട്ടുകാർക്ക് ഞാൻ പറഞ്ഞില്ല, അവരുടെ കുഴപ്പമില്ല. അവർക്ക് നന്നായിട്ട് പാടാൻ കഴിയുന്നുണ്ട്. വളരെ നന്നായിട്ട് പാടാൻ. ഇപ്പം ചിത്രയ്ക്ക് പോലും, അല്ലെങ്കിൽ അതുപോലെ ഇപ്പം നമ്മൾ ഏറ്റവും അംഗീകരിച്ച സുജാതയായിരുന്നാലും ചിത്രയായിരുന്നാലും അല്ലെങ്കിൽ പിന്നെ MG ശ്രീകുമാർ, അവർക്കൊന്നും പാടാനുള്ള അവസരമില്ല. അപ്പോൾ അവർ തന്നെ പാടണമെന്നല്ല, പുതിയ ആൾക്കാർ വരട്ടെ, അത് നല്ലത് തന്നെ. പക്ഷേ അവർക്ക് പോലും അവരുടെ പേര് നിലനിർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ പേര് പിന്നെ ആളുകളുടെ ഇടയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു പാട്ട് കിട്ടുന്നില്ല. അതിന് കാരണം ഈ രചനയുടെയും സംഗീതത്തിൻ്റെയും പിന്നെ അപജയമാണ്. കാരണം നല്ല രചനയില്ല, നല്ല സംഗീതമില്ല. അപ്പം അവർക്ക് കിട്ടുന്ന പാട്ട് അവരെന്തെങ്കിലും പാടി, പിന്നെ ഇപ്പം മധു ബാലകൃഷ്ണൻ, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പേരുണ്ട്, സുധീപ് കുമാർ, ഇവരൊക്കെ നല്ല ഗായകരാണ്, ഒന്നാന്തരം ഗായകരാണ്. പക്ഷേ അവർക്ക് കിട്ടിക്കുന്ന പാട്ടുകൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ചിത്രയ്ക്ക് പോലും ഒരു പരിധി കഴിഞ്ഞാൽ കിട്ടിക്കുന്ന പാട്ടുകൾ തേർഡ് റേറ്റ് പാട്ടുകളാണ്. കാരണം വയലാറിൻ്റെയോ ഭാസ്കരൻ മാഷിൻ്റെയോ ഒന്നും ഭാസ്കരൻ മാഷിൻ്റെ ചെറിയ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. ഓമിസാൻ്റെയൊക്കെ കുറച്ച്, ഇപ്പം മഞ്ഞൾ പ്രസാദമൊക്കെ പാടിയിട്ടുണ്ടോ ചിത്ര. അങ്ങനെ അല്ലാതെ കൂടുതൽ പാട്ടുകളും പാടിയിരിക്കുന്നത് വേറെ ആൾക്കാരുടെയും വേറെ സംഗീത സംവിധായകരുടെയാണ്. ഈ മഞ്ഞൾ പ്രസാദത്തിനൊക്കെ പാടുമ്പോഴാണ് മഞ്ഞൾ പ്രസാദിൻ്റെയൊക്കെ രചന ONV സാറിനെ നമ്മൾ സമ്മതിച്ചു പോകണം. കാരണം അതിൻ്റെ സംഗീതത്തിന് വേണ്ടി രവി ബോംബെ നിശ്ചയിക്കുകയും ഹരിഹരൻ നിശ്ചയിക്കുകയും ONV സാറും രവി ബോംബെയും പിന്നെ ഹരിഹരനും കൂടി രവി ബോംബെയുടെ വീട്ടിൽ ബോംബെയിൽ പോവുകയും ചെയ്തു. അപ്പോൾ ONV സാർ പറഞ്ഞതാണ് എന്നോട്. അവിടെ ചെന്നപ്പോൾ ഈ ഹിന്ദിക്കാരനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും റെഡിമെയ്ഡ് ട്യൂണും റെഡിയാക്കി എല്ലാം ട്യൂണൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമെന്നാണല്ലോ അദ്ദേഹം വിചാരിക്കുക. അവിടെ ചെന്നപ്പം രവി ട്യൂൺ എവിടെയെന്ന് ചോദിച്ചു. കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ട്യൂണോ? ഞാൻ ഒരു ട്യൂണും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആ മുറിയിൽ ചെന്നിരുന്ന് എഴുതിക്കണം. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് എഴുതി തീർത്ത പാട്ടാണ് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചേർത്തി. അത് ആ സിനിമയുടെ സന്ദർഭം അറിയാമല്ലോ, നക്ഷത്രങ്ങളിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ബാലപംക്തിയിൽ വിനീത് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ കവിത അച്ചടിച്ച് വരുമ്പോൾ കാമുകിയായ, അല്ലെങ്കിൽ കാമുകിയാകാൻ പോകുന്ന മോനിഷ അവതരിപ്പിച്ച കഥാപാത്രം പാടുന്നതായിട്ടാണ്. അപ്പോൾ ഈ രവി ബോംബെ ചെയ്തത് ONV സാർ ഈ വരികൾ എഴുതി കഴിഞ്ഞപ്പോൾ ONV സാറ് മിക്കവാറും എല്ലാം ഒരു ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ചന്തകമ്പുഴ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വൃത്തത്തിലാണ് എഴുതുക. ആരെയും ഭവഗായകനാക്കും എന്നൊക്കെ പറഞ്ഞ അവസാനം പാടി കേൾപ്പിക്കുകയും ചെയ്യും എപ്പോഴും. അപ്പോൾ അതുപോലെ ആണ് ഈ പാട്ടും എഴുതി കൊടുത്തത്. അപ്പോൾ പിന്നെ ഈ ഗുരുവായൂരിൽ എന്തെല്ലാം ചടങ്ങുകളുണ്ട്, ദീപാരാധനയുടെ സമയത്ത് എന്തെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരാളെ രവി ബോംബെ അവിടെ അയച്ചു ഗുരുവായൂർ. ആ ഒരു ദിവസത്തെ അവിടെ ഉപയോഗിക്കുന്ന എന്തെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് പിന്നെ പഞ്ചവാദ്യം, അല്ലെങ്കിൽ പിന്നെ ചെണ്ട, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സാധാരണ പിന്നെ ഉടുക്ക്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ ഈ അമ്പലങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നത്, അത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ട് കൊടുത്തു. അത് വെച്ചിട്ട് ആണ് ONV സാറിൻ്റെ ആ പാട്ട് അദ്ദേഹം അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് അതിൻ്റെ കേൾക്കാം. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതിൽ ONV സാർ 2 അർത്ഥത്തിലാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അതായത് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചേർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി. മഞ്ഞക്കുറി എന്ന് പറഞ്ഞാൽ ഓണത്തിന് കിട്ടുന്ന നമ്മുടെ ചെറിയ മുണ്ട്. മഞ്ഞക്കുറി മുണ്ട് ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ വന്നു. നമുക്ക് ഓണത്തിന് വിരിയുന്നതെല്ലാം ഓണപ്പൂവാണ്. ഓണത്തിന് പറക്കുന്ന തുമ്പിയെല്ലാം ഓണത്തുമ്പിയാണ് നമ്മുടെ മലയാളിയുടെ ഒരു സങ്കല്പം. അപ്പോൾ ONV സാറിൻ്റെ മുറ്റത്ത്, അല്ലെങ്കിൽ കവിയുടെ മുറ്റത്ത്, അല്ലെങ്കിൽ ഈ ബാലപംക്തിയിൽ കവിത എഴുതിയ ആ നായകൻ്റെ മുറ്റത്ത് ഒരു ഓണപ്പൂ വിരിഞ്ഞു, ഒരു പൂ വിരിഞ്ഞു. ആ ഓണപ്പൂവിനെ നായികയായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് മഞ്ഞൾ പ്രസാദം. അപ്പം മോണിഷയാണ്, ഒരു ശാരീരിക സൗന്ദര്യമുള്ള മോണിഷയാണ് അതിന് പാവടയും ബ്ലൗസും ഒക്കെ ഇട്ട് അഭിനയിച്ചിരിക്കുന്നത്, ചന്ദനക്കുറിയൊക്കെ ഇട്ട്. അപ്പോൾ മഞ്ഞപ്രസാദമൊക്കെ നെറ്റിയിൽ ചേർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചുറ്റി. അതിൽ പിന്നെ അവസാനം പിന്നെ അന്തിമയങ്ങിയ നേരത്ത് നീ ഒന്നും മിണ്ടാതെ പോയി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
ഈ പൂവ് അങ്ങനെയാണല്ലോ, ഈ വിരിഞ്ഞു നിൽക്കുന്ന സമയം പകലാണ്, അത് കഴിയുമ്പോൾ അത് കൊഴിയും. അത് പ്രകൃതി നിയമമാണ്. ഇവരുടെ പ്രണയവും അങ്ങനെയാണ്. കുറേ കാലം നിലനിന്നു, പക്ഷേ പിന്നീട് കൊഴിയാൻ പോവുകയാണ്. അപ്പോൾ അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്തിമയങ്ങുന്ന നേരത്ത് നീ ഒന്നും മിണ്ടാതെ. ആ മിണ്ടാതെ എന്നുള്ളത് 2 വട്ടം അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നു. ആ പോകുന്നതിൻ്റെ ഒരു വ്യഥ, അല്ലെങ്കിൽ പോയതിൻ്റെ ഒരു വ്യഥ, അത് അനുഭവപ്പെടുത്താനാണ്, നമ്മളെ അനുഭവപ്പെടുത്താണ്. അത് രവി ബോംബെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇതിനേക്കാൾ മനോഹരമായിട്ട് അത് ട്യൂൺ ചെയ്യാൻ പറ്റില്ല. അത്ര നന്നായിട്ട് അത് ട്യൂൺ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെയൊക്കെയാണ് നമ്മൾ അതിന് ദേശീയ അവാർഡ് കിട്ടി. ചിത്രയ്ക്ക് ദേശീയ അവാർഡ്, മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടി. ഇവിടെ ഒ എൻ വി സാറിന് അതിന് രചനയ്ക്ക് കിട്ടി. പക്ഷേ ഒ എൻ വി സാറിന് രചനയ്ക്ക് കിട്ടിയ വൈശാലിയിലെ പാട്ടുകളാക്കണം. പക്ഷേ ഇതിലെ മികച്ച ഗായികയ്ക്കുള്ള ചിത്രയ്ക്ക് ദേശീയ അവാർഡ് കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ പിന്നീട് ചിത്രയ്ക്ക് അധികം കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ പൊരുൾ. പാട്ടിലുള്ള ചില പ്രയോഗങ്ങളൊക്കെ സാർ വളരെ കൃത്യമായി വിമർശിച്ച് പലപ്പോഴായിട്ട് വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ വന്ന ഏതെങ്കിലും പാട്ട് സാറിനെ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ തുടരും എന്ന് പറയുന്ന സിനിമ, ആ സിനിമയോട് പോലും എനിക്ക് യോജിപ്പില്ല. കാരണം തുടരും എന്ന് പറയുന്നത് എന്തെന്ന് തുടരും, അതെ, എന്തെന്ന് വെച്ചാൽ അതിനകത്തൊരു ഒരു നെഗറ്റീവ് എലിമെൻ്റ് ഉണ്ട്. കൊലപാതകമാണല്ലോ, അത് തുടരും എന്നല്ലേ അതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അതിനെ എങ്ങനെ നമുക്ക് അനുകൂലിക്കാൻ പറ്റും? ഇപ്പോൾ ആടുജീവിതം നല്ല സിനിമയാണെന്ന് എല്ലാവരും പറഞ്ഞു. എനിക്കത് അഭിപ്രായമില്ല. കാരണം ആടുജീവിതം പിന്നെ ആ നോവൽ വായിച്ചാൽ നമ്മൾ വളരെ ത്രസിച്ചിരുന്ന് വായിക്കും. ഒരു പേജ് പോലും താഴെ മിസ് ചെയ്യാതെ താഴെ വയ്ക്കാതിരുന്ന് വായിക്കും. പക്ഷേ ബ്ലസ്സി ആ സിനിമ എടുത്തപ്പോൾ ഈ മണൽ പ്രദേശത്തോടു കൂടി ഇങ്ങനെ പൃഥ്വിരാജ് ഇങ്ങനെ നടന്നും ഇരുന്നും കിടന്നും നീന്തിയും അതൊരുപാട് ഒരു 15 മിനിറ്റോളം നേരം വെട്ടിക്കുറച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമ ഇതിനേക്കാൾ കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കൃത്രിമത്വം ഉണ്ടായി, അതാണ്. അതെ. ഈ ഒറിജിനൽ ആടുജീവിതത്തിൻ്റെ ആളിനെ, ആ കഥാപാത്രം ഒറിജിനൽ ആളിനെ ഞാൻ ഈ അടുത്ത കാലത്ത് പരിചയപ്പെടുകയും കാണുകയും ചെയ്തു. അതെ, അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എലിമെൻ്റ് വെച്ചിട്ടാണ് പിന്നെ ആടുജീവിതം ബെന്യാമിൻ എഴുതിയത്. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന് എടുത്തപ്പോൾ അതിനൊരു രീതി അങ്ങ് മാറി. അല്ല, പക്ഷേ ആ സിനിമയുടെ ഒരു ആവശ്യമാണത്. അല്ലാതെ ഒരു സാധാരണപ്പെട്ടവനെ കൊണ്ട് ആ റോൾ ചെയ്യിച്ചാൽ സിനിമ വിജയിക്കില്ലല്ലോ. അതെ, അതാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇപ്പം ഈ ചില പടങ്ങൾ വലിയ കൊട്ടിഘോഷിച്ച് വരുമെങ്കിലും ഇപ്പം സത്യനന്ദിക്കാടിൻ്റെ ഒരു പടം ലേറ്റസ്റ്റായിട്ട് വന്നല്ലോ, ഹൃദയപൂർവ്വം. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല. സത്യനന്ദിക്കാടിൻ്റെ അതിനകത്തൊരു കോൺട്രിബ്യൂഷനും ഇല്ല എന്നുള്ളതാണ് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മലയാള സിനിമയിൽ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് റീ റിലീസാണ്. ഇപ്പോൾ അത് നേരത്തെ വളരെ ഹിറ്റായ സിനിമകളുടെയൊക്കെ ഇപ്പോൾ അത് വീണ്ടും കൂടുതൽ റീമാസ്റ്റർ ചെയ്ത് 4K മികവോടുകൂടിയൊക്കെ വരുന്നുണ്ട്. ഇതിൽ പാട്ടുകൾക്ക് വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ ഗാനരംഗങ്ങൾ ഗംഭീരമായി ചിത്രീകരിച്ച സിനിമകൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അകലെ നീലാകാശം എന്ന് പറഞ്ഞാൽ മിടുമിടുക്കിയിലെ പാട്ടാണ് രാജസേനൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ എടുത്ത് ഉപയോഗിച്ചു. പക്ഷേ അത് എന്ത് ചെയ്തു രാജസേനൻ വളരെ പക്വതയോടുകൂടി യേശുദാസിനെയും ജാനകിയും കൊണ്ട് തന്നെ വീണ്ടും പാടിച്ചാണ് ഉപയോഗിച്ചത്. പിന്നെ മറ്റേ എൻ്റെ അല്ലിയാമ്പൽ കടവിൽ എന്നരക്കി വെള്ളം എന്നുള്ള പാട്ട് ജയരാജ് ഒരു പടത്തിലെടുത്തു. അതും ഈ ശശികുമാറൊക്കെ അതിനകത്ത് അഭിനയിച്ച പടം. അതിൻ്റെ ഒറിജിനാലിറ്റി ഒട്ടും ചോർന്നു പോകാതെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ പിന്നീട് ചെട്ടികുളങ്ങര ഭരണി നാളിൽ എന്നൊക്കെ പറഞ്ഞ പാട്ടിനെ ചെട്ടി എന്നൊക്കെ വിളിച്ച് എടുത്തില്ലേ. ഞാനത് അന്ന് ശ്രീകുമാരൻ തമ്പിയോടും അർജുന മാഷ് ജീവിച്ചിരിക്കുമ്പോൾ അർജുന മാഷിനോടൊക്കെ ചോദിച്ചു. അർജുന മാഷ് ഒരു പ്രത്യേക ടൈപ്പാണ്. അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യാൻ കുഞ്ഞേ ഇങ്ങനെയൊക്കെ കാണിച്ച എന്നാണ് അദ്ദേഹം. അതെ, അദ്ദേഹം ഒരു എല്ലാ അർത്ഥത്തിലും സാധുവായ ഒരു മനുഷ്യനാണല്ലോ. അതുകൊണ്ട് അല്ല, അത് മണിയമ്പിള്ള രാജു ആണല്ലോ എൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹം ഇങ്ങനെ ഉപയോഗിച്ചോട്ടെ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷേ ഉപയോഗിച്ച് വന്നപ്പോൾ ഈ രീതിയിലായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നീട് ശ്രീകുമാരൻ തമ്പി സാധാരണ പൊട്ടിത്തെറിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം അക്കാര്യത്തിലെന്തോ മൗനം അവലംബിച്ചു. എന്താണെന്ന് എനിക്കറിയില്ല. വ്യക്തിബന്ധങ്ങളായിരിക്കും അത് തന്നെ. ഒരുപാട് നമ്മൾ സംസാരിച്ചു. പാട്ടിങ്ങനെ കടലല്ലേ. ഇപ്പൊ എത്ര നമ്മൾ സംസാരിച്ചാലും കടൽക്കര ചെന്നൊരു കുമ്പിൾ കോരി തരും പോലെ പറ്റുള്ളൂ. എഴുത്തിൻ്റെ ലോകത്ത് കഴിഞ്ഞ 50 വർഷക്കാലമായി നിലനിൽക്കുകയാണ്.
അപ്പം പാട്ട് മാത്രമല്ല മറ്റ് പല സൃഷ്ടികളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് താങ്കൾ. എങ്ങനെ വിലയിരുത്തുന്നു നമ്മുടെ ഈ സിനിമ ഗാനരംഗത്തെ, അതുപോലെ തന്നെ ഗാനങ്ങളെക്കുറിച്ചൊക്കെ നിരവധിയായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതൊന്ന് വിശദീകരിക്കാമോ? ഗാനങ്ങളെക്കുറിച്ച് തന്നെ 18ഓളം പുസ്തകങ്ങൾ എൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. 18ാമത്തെ പുസ്തകം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നു. അതായത് മാപ്പിളപ്പാട്ടുകളെക്കുറിച്ച്, മലയാള സിനിമകളിലെ മാപ്പിളപ്പാട്ടുകളെക്കുറിച്ച് ഇശൽ തേൻ കണങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. കാരണം അത് ഈ മാസം ഇറങ്ങും. ഈ മാസം ഇറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇറങ്ങിയെന്ന് വെച്ചാൽ അത് ഷാർജയിൽ ബുക്ക് ഫെയർ ഉണ്ട്. അപ്പോൾ അതിന് റിലീസ് ചെയ്യാനായിട്ട് വച്ചിരിക്കുകയാണ് അവർ. അതാണ് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ വയലാറിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് 1000 പാദസരങ്ങളെന്ന് പറഞ്ഞൊരു വലിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. 3ാമത്തെ പതിപ്പാകാൻ പോകുന്നു. പല ബുക്കുകളും 3-4 പതിപ്പൊക്കെ ആയിട്ടുണ്ട്. ആദ്യത്തെ കാവ്യഗീതിക 101 ഗാനങ്ങളുടെ ആണ്. അത് 100 ചലച്ചിത്ര ഗാനവും 1 ലളിതഗാനവും. ആ 1 ലളിതഗാനം നമ്മുടെ ONV സാറിൻ്റെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെന്ന് പറഞ്ഞ് ജയചന്ദ്രനും നമ്മുടെ ദേവരായ മാഷ് ട്യൂൺ ചെയ്ത, ദൂരദർശന് വേണ്ടി അപൂർവം പാട്ടുകൾ ദേവരായ മാഷ് ചെയ്തിട്ടുള്ളത് അതിലൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ ONV സാറിൻ്റെ കൂടെ ചെന്ന് ചോദിച്ചു അത് 101ാമത്തേതായിട്ട് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു വല്ലപ്പോഴും ഉള്ള ചിരിയാണ്. കാണും വളരെ ഹൃദ്യമായി ചിരിച്ചിട്ട് പറഞ്ഞാൽ ഉൾപ്പെടുത്തിക്കൊള്ളും. അതുമല്ല 1000 പാദസരങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം വയലാറിൻ്റെ ഗാനങ്ങൾക്ക് എഴുതിയ ആമുഖത്തിൻ്റെ അവതാരികയുടെ പേരും 1000 പാദസരങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ അതേപടി എടുക്കുമ്പോൾ സാറിൻ്റെ പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. സാറ് പറഞ്ഞു അത് എൻ്റെ സ്വന്തമല്ലല്ലോ, വയലാറിൻ്റെ അല്ലേ, അപ്പോൾ അത് വയലാറിൻ്റെ പൊതു സ്വത്താണ്, ആർക്കും എടുക്കാം, ധൈര്യമായിട്ട് എടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഈ ONV ഭാസ്കരൻ മാഷിൻ്റെ ഭാര്യ ഇന്ദിര എന്ന് പറയുന്ന അവർ ജീവിച്ചിരിക്കുമ്പോൾ ഭാസ്കരൻ മാഷിൻ്റെ ഭാര്യ ONV സാറിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തായിരുന്നു ഈ കാവ്യഗീതികയുടെ പ്രകാശനം. അതൊരു പുതുമയായിരുന്നു. കാരണം അത് ONV സാറാണ് അങ്ങനെ നിർദ്ദേശിച്ചത്. കാരണം ONV സാറിന് അന്ന് അനാരോഗ്യം കാരണം ഇതിന് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഏറ്റുവാങ്ങട്ടെ, ഭാസ്കരൻ്റെ ഭാര്യ വരുമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാര്യമായി ഇതുകൊണ്ട് വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഭാസ്കരൻ മാഷിൻ്റെ വൈഫ് അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നതല്ല, പക്ഷേ എൻ്റെ ഇതിന് വന്നു. അത് എന്നോടുള്ള ഒരടുപ്പമാണ്. വരികയും ഭാസ്കരൻ മാഷ് ജീവിച്ചിരുന്നപ്പോഴേ ഉള്ള അടുപ്പമാണ്, അതുകൊണ്ടാണ്. കാരണം ഭാസ്കരൻ മാഷ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ അദ്ദേഹത്തിൻ്റെ നാഴികുരിപ്പാലിൽ എന്നെക്കൊണ്ട് അവതാരിക എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു വലിയൊരു അംഗീകാരമാണ്. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഭാസ്കരൻ മാഷ് സിനിമയിൽ വന്ന ആളാണ്. അങ്ങനെ ഒരാൾ എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ജ്ഞാനപീഠം കിട്ടിയ പ്രതീതിയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങളെല്ലാം ഗാനങ്ങളെ സംബന്ധിക്കുന്നതാണ്. പ്രണയഗീതിക, ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും ദേശഭക്തി ഗാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാതൃഭൂമി ഇറക്കിയ രാഷ്ട്രഗീതിക എന്ന് പറഞ്ഞിട്ട്, അതായത് എല്ലാ ഭാഷയിലെയും കാശ്മീരി പാട്ട് വരെ ഉണ്ട് അതിനകത്ത്. ജനഗണമന, സാരേ ജഗാംസയച്ച, വന്ദേ മാതരം ഉൾപ്പെടെയുള്ള എല്ലാ പാട്ടുകളുടെയും അർത്ഥവും അതിൻ്റെ രചയിതാക്കളെക്കുറിച്ചുള്ള പഠനവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പുസ്തകമാണ് മാതൃഭൂമി ഇറക്കിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു പുസ്തകങ്ങൾ ഒരുപാടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഈ രംഗത്തെ നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നേരം സംസാരിക്കാനും ഒരുപാട് വിവരങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കാനൊക്കെ കഴിഞ്ഞതിൽ വലിയ സന്തോഷം.